എല്ലാവർക്കും നമസ്കാരം. വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനാരീതികളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതിയിലിരിക്കും. ഇത് ഇങ്ങനെ കാല് രണ്ടും താഴെ പതിച്ചു വെക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതിന് കാലുകളും കൈകളൊക്കെ ഒന്ന് ഫ്രീ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ചെറിയ ചലനങ്ങളൊക്കെ ആദ്യം ചെയ്തിട്ട് രണ്ട് കാലും ഇങ്ങനെ താഴെ പതിച്ചു വെക്കാം. പിന്നെ കൈകൾ ഇടത് കൈ മുകളിലായി ആകുന്ന രീതിയിൽ വെക്കുക. രണ്ട് തള്ളവിരലുകൾ ചേർത്ത് വെക്കുക. താടി ഒരല്പം ഉയർത്തി വെക്കുക. ഷോൾഡർ അഴച്ചിടുക. എന്നിട്ട് കണ്ടോ അങ്ങനെ നിവർന്ന് അങ്ങനെ ഇരിക്കുക. എന്നിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ശ്വസനത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക. ഓരോ ശ്വാസം അകത്തേക്ക് എടുക്കുന്ന സമയത്തും മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് കയറുന്നത് സ്വയം ഒന്ന് നിരീക്ഷിക്കാം. എന്നിട്ട് ശിരസ് വരെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് അങ്ങനെ സഞ്ചരിക്കുന്നത് വിഷ്വലൈസ് ചെയ്യാം. അങ്ങനെ ശിരസിൽ നിന്നും നേരെ താഴേക്ക് കാലിൻ്റെ പെരുവിരൽ വരെ വന്ന് ശ്വാസം പതിക്കുന്നതായിട്ട് ഭാവന ചെയ്യാം, വിഷ്വലൈസ് ചെയ്യാം. അത്രയും സാവധാനം ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക. അതുപോലെ ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് കാലിന്റെ പെരുവിരൽ തുടങ്ങി ശിരസ് വരെ വന്ന് ശ്വാസം തിരിച്ചു പോകുന്നതും സ്വയം ഒന്നറിയാം. അങ്ങനെ ഒരു അല്പസമയം ശ്വാസോച്ഛ്വാസം ചെയ്യൂ. ശ്രദ്ധിക്കേണ്ടത് ശ്വാസം എടുക്കുന്ന സമയത്ത് ലങ്സ് മുഴുവൻ നിറഞ്ഞ് വയറുകൂടി വീർക്കുന്ന രീതിയിലേക്ക് ശ്വാസം എടുക്കുക. ശ്വാസം അകത്തേക്ക് കടക്കുമ്പോൾ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഊർജം വന്ന് നിറയുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം. അതുപോലെ ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് വയറിങ്ങനെ ഉള്ളിലേക്ക് ചുരുങ്ങി ലങ്സ് ഒക്കെ ശൂന്യമായിട്ട് മുഴുവൻ ശ്വാസവും പൂർണ്ണമായിട്ടും പുറത്തേക്ക് പോകുന്നതും വളരെ ശാന്തമായിട്ടുള്ള ഒരു വിശ്രമസ്ഥിതി സ്വയം കൈവരുന്നതും അറിയാം. അങ്ങനെ ശ്വസിക്കൂ അല്പസമയം. ഇനി നമുക്ക് ഓംകാരം ചൊല്ലിയിട്ട് ആദ്യം ഒരു പ്രയർ ചൊല്ലണം. കാരണം നമുക്ക് ഈ വിദ്യ എല്ലാം പകർന്ന് വന്നിട്ടുള്ളത് ഒരു ഗുരു പരമ്പരയിലൂടെയാണ്. ആ ഗുരുക്കന്മാരെ മുഴുവൻ നമ്മളൊന്ന് സ്മരിക്കണം, അവരെ സ്തുതിക്കണം. അപ്പോൾ ആ ഒരു സ്തുതി കൂടി, ഒരു സമർപ്പണ മനോഭാവത്തിലുള്ള പ്രാർത്ഥന കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യം ഓംകാരം ചൊല്ലുക, അതിനുശേഷം പ്രാർത്ഥന ചൊല്ലുക. ശ്വാസം അകത്തേക്ക് എടുക്കുക. പുറത്തേക്ക് വിടുമ്പോൾ ഓംകാരം ചൊല്ലുക. ഓ ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. യോഗേന ചിത്തസ്യ പദേന വാചാം മലം ശരീരസ്യ ച വൈദ്യകേന യോപാകരോത്തം പ്രബലം മുനീനാം പതഞ്ജലിം പ്രാഞ്ജലിരാനദോസ്മിൻ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു
സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം കുലദേവതാഭ്യോ നമഃ. ഓം ഗ്രാമദേവതാഭ്യോ നമഃ. ഓം ഇഷ്ടദേവതാഭ്യോ നമഃ. ഓം മാതാപിതൃഭ്യോ നമഃ. ഓം വാസ്തുദേവതാഭ്യോ നമഃ. ഇങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കാം. ശേഷം കൈകൾ പുറകിൽ കോർത്ത് പിടിച്ചിട്ട് ശ്വാസം എടുക്കുന്നതിൻ്റെ കൂടെ പുറകിലേക്ക് ബെൻഡ് ചെയ്യാം. ശ്വാസം വിടുന്നതിൻ്റെ കൂടെ നെറ്റി തറയിൽ ഇങ്ങനെ മുട്ടിച്ചിട്ട് കൈകൾ നിവർത്തി പതിച്ചു വെക്കുക. എന്നിട്ട് കുറച്ച് സമയം അങ്ങനെ ഇരുന്നിട്ട് സാധാരണ ശ്വസനത്തിലേക്ക് ശ്രദ്ധിച്ചിട്ട് ഇരിക്കുക. അതിനുശേഷം കൈകൾ നന്നായി റബ്ബ് ചെയ്യുക. കൈകളിലുള്ള ആ ഒരു എനർജിയെ മുഖം മുഴുവനായിട്ടും കൊടുക്കുക. മുഖത്തേക്ക് മുഴുവൻ വ്യാപിപ്പിക്കാം. ചെവിയുടെ മുകളിലും കഴുത്തിന്റെ പുറകിലും മുകൾവശത്തും നെഞ്ചിലൂടെയൊക്കെ കൈകളൊക്കെ ഒന്ന് തടവുക. ശരീരം മുഴുവൻ ഹീലിംഗ് മൊത്തം ഹീൽ ചെയ്യാം. അതിനുശേഷം കൈകളിലേക്ക് നോക്കിയിട്ട് കണ്ണ് തുറക്കുക. ആദ്യം നമ്മുടെ പ്രയർ സെക്ഷൻ കഴിഞ്ഞു. അതിനുശേഷം ചെറിയ ചലനങ്ങൾ, ഒരുപാട് ആസനാസുകളും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല. ആസനാസുകൾ, സൂര്യ നമസ്കാരം പോലെയുള്ള അത്തരം സംഭവങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്ന ഇരുന്നു കൊണ്ടുള്ള ക്രിയകളും മെഡിറ്റേഷൻ രീതികളും മാത്രമാണ് ഇന്ന് കാണിക്കുന്നത്. 2 കാലുകൾ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. ചേർത്ത് വെച്ചിട്ട് ലങ്സ് മുന്നിലേക്ക് ഇങ്ങനെ തള്ളി പിടിക്കുക. ചെസ്റ്റ് അത് കണ്ടോ, കാലിനെ നന്നായിട്ട് ഇങ്ങനെ ചലിപ്പിക്കുക. നന്നായിട്ട്. അപ്പോൾ ഷോൾഡർ അഴിച്ചിടുക. താടി വലിപ്പം ഉയർത്തി വയ്ക്കുക. നന്നായിട്ട് ഒന്ന് ചലിപ്പിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുക. വയർ നന്നായി ഫ്ലാപ്പ് ചെയ്യണം. കപാലഭാതിയുടെ ഈ ചലനത്തിന്റെ കൂടെ ശ്വാസം പുറത്തേക്ക് ഇങ്ങനെ വിടുന്ന ഒരു രീതി. കൈകൾ ഇങ്ങനെ മലർത്തി വെച്ചിട്ട് ശ്രമിക്കാം. ഈ സമയത്ത് സങ്കല്പം ചെയ്യാനുണ്ട്. അതുപോലെ രഹസ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ചെറിയ ചലനങ്ങളിലും അതുപോലെ ശ്വസനത്തിലൊക്കെ ഉള്ളതുണ്ട്. അതൊക്കെ നേരിട്ട് ഒരു ഗുരുവിൽ നിന്ന് മാത്രമാണ് ചില കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. ബാഹ്യമായിട്ട് ഇങ്ങനെ കാണുന്ന ചലനങ്ങളും ആ ക്രിയകളും അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്യൂബിൽ നോക്കിയിട്ട് ഇത്തരം വീഡിയോസ് നോക്കിയിട്ട് ചെയ്യാം. രഹസ്യമായിട്ടുള്ളതൊക്കെ ഗുരുവിൽ നിന്ന് നേരിട്ട് തന്നെ പഠിക്കും. അപ്പോൾ നമ്മൾ സാധാരണ പ്രാക്ടീസ് ചെയ്യുന്നവർ ഇങ്ങനെ ഒരു ചലനം ചെയ്യുക. അതിനുശേഷം കൈകൾ ഇങ്ങനെ മലർത്തി വെച്ചിട്ട് വിശ്രമിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ശ്വസനത്തിലേക്ക് ശ്രദ്ധിക്കുക. ഓരോ ശ്വാസം അകത്തേക്ക് എടുക്കുന്നതും ആ സമയത്ത് നമ്മുടെ ശരീരം മുഴുവനും വ്യാപിക്കുന്ന ഊർജത്തിന്റെ കിരണങ്ങളെ സ്വയം അറിയാം.
അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് വളരെ ശാന്തമായിട്ടുള്ള ഒരു വിശ്രമസ്ഥിതി കൈവരുന്നതും സ്വയം ഒന്ന് അറിയാം. അതിനെ നിരീക്ഷിച്ചിട്ട് ഒരു അല്പസമയം അങ്ങനെ ഇരിക്കൂ. ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇരുന്നു കൊണ്ട് തന്നെ ബോഡി ജസ്റ്റ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. കാലുകളും കൈകളും എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ മൊത്തം ചലിപ്പിക്കുക. ചെറിയ രീതിയിൽ ചലിപ്പിച്ചാൽ മതി, പക്ഷെ എല്ലാ ഭാഗങ്ങളും അങ്ങനെ ചലിക്കട്ടെ. ഈ സമയത്തും ശ്വാസം ശക്തിയായിട്ട് പുറത്തേക്ക് വിടുക, വയറിനെ ഫ്ലാപ്പ് ചെയ്യുക. റിലാക്സ് ചെയ്യാം. കൈകൾ ഇങ്ങനെ മലർത്തി വെച്ചിട്ട് ശരീരം മുഴുവനും വ്യാപിക്കുന്ന ഊർജത്തിന്റെ കിരണങ്ങളെ സ്വയം ഒന്ന് അനുഭവിച്ചറിയാം. നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള നമ്മുടെ ചൈതന്യ ശക്തിയെ, ആ ഊർജത്തിന്റെ കിരണങ്ങളെ സ്വയം ഒന്ന് അനുഭവിച്ചറിയാം. വളരെ റിലാക്സ് ആയിട്ട് ശ്വസനത്തിനെ നിരീക്ഷിച്ച് ശ്രദ്ധിച്ചിരിക്കാം. ഓരോ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും വളരെ ശാന്തമായിട്ടുള്ള ഒരു വിശ്രമസ്ഥിതി കൈവരുന്നത് അറിയും. നമ്മുടെ ചൈതന്യ ശക്തിയെ ഉദ്ധരിക്കുവാൻ വേണ്ടി ചെയ്യുന്ന ക്രിയകളുടെ മൂന്നാമത്തെ സ്റ്റേജാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചൈതന്യോദ്ധാരണ ക്രിയയുടെ മൂന്നാമത്തെ സ്റ്റെപ്പാണിത്. നമ്മൾ ആദ്യം കുറച്ച് ദിവസം പ്രാക്ടീസ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് ചിലപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കുക. നമ്മൾ ആദ്യം ചെയ്ത ഈ രണ്ട് കാലുകൾ ഇങ്ങനെ ചേർത്ത് വെക്കുക. എന്നിട്ട് ബോഡി, ഈ കാല് ചലിപ്പിക്കുന്നതിൻ്റെ കൂടെ ബോഡിയും വൈബ്രേറ്റ് ചെയ്യുക. 1ഉം 2ഉം സ്റ്റെപ്പ് ഇതിലിങ്ങനെ ജസ്റ്റ് ആഡ് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പില് കൈകൾ കൂടി ഇങ്ങനെ താഴെ മുകളിലേക്ക് ഇങ്ങനെ ചലിപ്പിക്കുക. ഫുൾ ബോഡി ചലിപ്പിക്കുക, കാലുകൾ ചലിപ്പിക്കുക, ബോഡി മൊത്തം വൈബ്രേറ്റ് ചെയ്യുക. ഇത് നമ്മൾ നിരന്തരമായിട്ട് ചെയ്യുന്ന പ്രാക്ടീസ്. അതിലൂടെ പറ്റുള്ളൂ. ആദ്യം ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഇതിൻ്റെ കൂടെ തന്നെ ശ്വാസം ശക്തിയായി പുറത്തേക്ക് വിടണം, വയറിനെ നന്നായി ഫ്ലാപ്പ് ചെയ്യും. കാണിച്ചു തരാം. റിലാക്സ് ചെയ്യാം. സാധാരണ പോലെ ഇരിക്കാം. കൈകൾ ഇങ്ങനെ കാൽമുട്ടിലെ മലർത്തി വെച്ചിട്ട് ശ്രമിക്കാം. വളരെ ലഘുവായിട്ടുള്ള ഒരു രീതിയാണ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ചെയ്തത്. ഇത് 3 ദിവസമായിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള ആ ഊർജത്തിന്റെ കിരണങ്ങളെ ഉദ്ധരിപ്പിക്കുവാൻ വേണ്ടി ചെയ്യുന്ന ക്രിയകളാണ്, ചൈതന്യോദ്ധാരണ ക്രിയകളാണ്.
3 ദിവസത്തെ കോഴ്സായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും നമുക്ക് പഠിക്കുവാനുള്ള അവസരമുണ്ട്. ഒരു ലഘുവായിട്ട് ഷോർട്ട് ക്രിയകൾ ജസ്റ്റ് പരിചയപ്പെടുത്തുന്നുള്ളൂ. ഇതിപ്പോൾ 3ാമത്തെ സ്റ്റെപ്പ് ഇതാണ്. അതിനുശേഷം നന്നായി ശ്രമിക്കാം. നമ്മുടെ ശ്വാസം വളരെ സാവധാനമാകുന്നത് വരെ, പരിപൂർണ വിശ്രമം അനുഭവിക്കുന്നത് വരെ നമ്മളിങ്ങനെ ഇരിക്കണം. നമ്മുടെ ശ്വസനത്തിനെ ശ്രദ്ധിച്ചിട്ടിരിക്കുക. നമ്മൾ ഭസ്ത്രിക പ്രാണായാമമാണ് ചെയ്യുന്നത്. അതിനെ നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും ഒരേപോലെ അങ്ങനെ എടുക്കുക. റിലാക്സ് ചെയ്യാം. കൈകൾ മലർത്തി വെച്ചിട്ട് വിശ്രമിക്കാം. ഇപ്പൊ നമ്മൾ ചെയ്തതിന്റെ നേരെ ഇരട്ടിയില് വളരെ ശക്തിയായിട്ട് ശ്വാസം എടുത്ത് വിടാം. റിലാക്സ് ചെയ്യാം. കൈകൾ മലർത്തി വെച്ചിട്ട് വിശ്രമിക്കാം. വിശ്രമത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. ഓരോ ശ്വാസവും നോർമൽ ആകുന്ന അത്രയും സമയം നമ്മൾ വെറുതെ ഇരിക്കണം. നമ്മളെ തന്നെ നിരീക്ഷിക്കാം. നമ്മളിൽ ഒരു ശുദ്ധീകരണം വരുന്നത് സ്വയം അറിയാം. നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യ ശക്തിയെ കൂടുതൽ കൂടുതൽ ഉദ്ധരിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു ക്രിയയാണ്. നമ്മുടെ മുകളിൽ ആ ചൈതന്യ ശക്തിയുടെ മുകളിൽ നമ്മൾ എത്ര കാലമാണോ ജീവിച്ചിട്ടുള്ളത്, ഇത് കണ്ടതും കേട്ടതും മണത്തതും തൊട്ടതും രുചിച്ചതും ഒക്കെ ഒരു സ്മൃതിയായിട്ട് നമ്മുടെ ചിത്തത്തിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതിനൊക്കെ ശുദ്ധീകരിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ ചൈതന്യ ശക്തിയെ അറിയുവാൻ സഹായിക്കുന്ന ക്രിയകളാണ് ഇതൊക്കെ. ആ ശുദ്ധീകരണം സംഭവിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. സങ്കല്പത്തിനെ ഊന്നുവടിയായിട്ട് പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ചെടുക്കണം എന്നാണ് പറയുക. അപ്പൊ ഈ ഒരു ക്രിയ എല്ലാ ദിവസവും നമ്മൾ കുറച്ച് സമയം ചെയ്യാം. 3ാമത്തെ സ്റ്റെപ്പ് ഇപ്പൊ നമ്മൾ ചെയ്തതിന്റെ ഇരട്ടി വേഗതയിലാണ് ചെയ്യണം. റിലാക്സ് ചെയ്യാം. കൈകൾ മലർത്തി വെച്ചിട്ട് വിശ്രമിക്കാം. ഇത് ഹാർട്ട് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരെ ഒന്നും ചെയ്യരുത്. പിന്നെ അമിതമായിട്ട് മെന്റൽ ഡിപ്രഷൻ,
അതുപോലെ ശാരീരിക അസ്വസ്ഥതകളുള്ളവരൊന്നും ചെയ്യരുത്. ഒരു ഡോക്ടറുടെ അല്ലെങ്കിൽ ഒരു യോഗ തെറാപ്പിസ്റ്റിന്റെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യാം. ലളിതമായിട്ടതൊക്കെ ചെയ്യാം. അതിനുശേഷം നന്നായി വിശ്രമിക്കും. ഇതുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. നന്നായി വിശ്രമിക്കും. ഈ സമയത്ത് നമ്മുടെ ശ്രദ്ധ ആജ്ഞാചക്രത്തിലായിരിക്കണം. ഇരു പുരികങ്ങൾക്കും മധ്യേ പൊട്ട് തൊടുന്ന ഒരു ഭാഗത്തേക്ക് നമ്മുടെ കണ്ണുകൾ അങ്ങോട്ട് കണ്ണടച്ചുകൊണ്ട് തന്നെയുള്ള ദൃഷ്ടി ഇവിടെ നിലനിർത്തുക. ശ്രദ്ധ അവിടെ തന്നെ നിലനിർത്തുക. കൈകൾ ചിന്മത്തിൽ പിടിക്കുക. അതിനുശേഷം നന്നായി ശ്വാസകത്തേക്ക് എടുക്കുക. ഒരു വണ്ട് മൂടുന്ന ശബ്ദത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുക. ഭ്രമരി പ്രാണായാമത്തിന്റെ ആദ്യ സ്റ്റേജ്. റിലാക്സ് ചെയ്യാം. കൈകൾ രണ്ടും മലർത്തി വയ്ക്കുക. ഇതിലെ മുദ്രകൾക്കും ശ്വസനത്തിനും ശ്രദ്ധയ്ക്കും വിഷ്വലൈസിങ്ങിനൊക്കെ തുല്യ പ്രാധാന്യമാണുള്ളത്. ഇതൊരു ലഘു പരിചയം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ചൈതന്യോദ്ധാരണ ക്രിയ കൂടുതലായിട്ട് നിങ്ങൾക്ക് പഠിക്കണം, അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് നേരിട്ട് വന്നിട്ട് ദീക്ഷാ സമ്പ്രദായത്തിൽ മന്ത്രങ്ങളടക്കം നേരിട്ട് പഠിക്കുവാനുള്ള അവസരമുണ്ട്. ഓൺലൈനായിട്ടും നമുക്ക് പഠിക്കാം. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യും. ഇതൊരു ലഘു പരിചയം മാത്രമാണ്. ഇത് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് അനുഭവിക്കാൻ പറ്റും. ആദ്യ സ്റ്റെപ്പിലുള്ള ഭ്രമരിയുടെ ഒരു സെക്ഷനാണ്. രണ്ടാമത് ചൂണ്ടുവിരൽ മാത്രം നമ്മൾ ചെവി അടച്ചു പിടിച്ചിട്ട് നന്നായി ശ്വാസം എടുക്കുക. ശ്വാസം ഇടുമ്പോൾ ഭ്രമരി വണ്ട് മൂളുന്ന ശബ്ദത്തിൽ ശ്വാസം പുറത്തു വിടുക.
റിലാക്സ് ചെയ്യാം. ഏറ്റവും ലളിതമായിട്ടാണ് കാണിക്കുന്നത്. ഇതിൽ എണ്ണങ്ങളിൽ എല്ലാത്തിലും വളരെയധികം വ്യത്യാസമുണ്ട്. നമ്മൾ ഏറ്റവും ലഘുവായിട്ടുള്ള ദൃശ്യമാണ് ചെയ്യുന്നത്. കൈകൾ മലർത്തി വെച്ച് വിശ്രമിക്കുക. ശ്രദ്ധ ആജ്ഞാചക്രത്തിൽ മാത്രമായിരിക്കട്ടെ. ശ്വാസം എടുക്കുന്ന സമയത്ത് ലങ്സ് മുഴുവൻ നിറഞ്ഞ് വയറ് കൂടി വീർക്കുന്ന രീതിയിലേക്ക് ശ്വാസം എടുക്കും. കൂടുതൽ കൂടുതൽ ഊർജ്ജം ഒന്ന് നിറയുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം. പോലെ ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് വളരെ ശാന്തമായിട്ടുള്ളൊരു വിശ്രമസ്ഥിതി കൈവരുന്നത് അറിയൂ. റിലാക്സ്. ഇനി മൂന്നാമത്തെ സെക്ഷൻ. അത് നമ്മുടെ തള്ളവിരൽ കൊണ്ട് ചെയ്തടയ്ക്കുക. ചൂണ്ടുവിരൽ നമ്മൾ കണ്ണിൻ്റെ മുകളിൽ അധികം ബലം ഉപയോഗിക്കാതെ വെറുതെ വളരെ നൈസായിട്ട് വയ്ക്കുക. നടുവിരലുകൾ രണ്ട് മൂക്ക് മുകളിൽ വയ്ക്കുക. ഈ രണ്ട് വിരൽ കൊണ്ട് വായുടെ അവിടെ മൊത്തം നാല് ശ്വാസം ആദ്യം എടുക്കുക. ശേഷം മൂക്കടയ്ക്കുക. വായുടെ അവിടെ ക്ലോസ് ചെയ്യുക. ഭ്രമരി ചെയ്യുക. നന്നായി ശ്വാസം എടുക്കുക. എന്നിട്ട് മൂക്കിൻ്റെ അവിടെ മാത്രം തുറക്കുക. നന്നായി ശ്വാസം എടുക്കുക. മൂക്ക് അടച്ച് ക്ലോസ് ചെയ്യുക. ഫുൾ ക്ലോസ് ചെയ്യുക. അതിനുശേഷം മൂക്കിൻ്റെ അവിടെ മാത്രം തുറക്കുക. എന്നിട്ട് വണ്ട് മൂടുന്ന ശബ്ദത്തിൽ ഭ്രമരി ചെയ്യുക. റിലാക്സ് ചെയ്യാം. ഇത് വളരെ ശ്രദ്ധിക്കണം. ഫുൾ ക്ലോസ് ചെയ്തിട്ട് ഒരല്പസമയം ശ്വാസം എടുത്ത് ഹോൾഡ് ചെയ്യണം. അതിനുശേഷമാണ് ശ്വാസം പുറത്തേക്ക് വിടേണ്ടത്. വണ്ട് മൂടുന്ന ശബ്ദത്തിൽ. ഇത് പറ്റുന്നവർ ചെയ്താൽ മതി, പറ്റാത്തവർ ഇത് ചെയ്യണ്ട. മറ്റേ 2 സ്റ്റെപ്പ് മാത്രം ചെയ്യാം. വളരെ റിലാക്സ് ആകുന്നത് അറിയാം. വളരെ ശാന്തമായിട്ടുള്ളൊരവസ്ഥ നമുക്ക് സ്വയം കൈവരും. 2 കൈകളും മലർത്തി വെച്ചിട്ട് വിശ്രമിക്കുക. ഒരല്പസമയം പരിപൂർണ വിശ്രമത്തിലിരിക്കുക. നമ്മുടെ ആജ്ഞാചക്രത്തിലേക്ക് മാത്രം നമ്മുടെ ദൃഷ്ടിയെ നിലനിർത്തൂ. ശ്രദ്ധയെ നിലനിർത്തൂ. വരുന്ന ചിന്തകളെ സ്വീകരിക്കുക. പോകുന്ന ചിന്തകളെ വിട്ടുകൊടുക്കുക. ഒരു സാക്ഷിയായിട്ട് ഒരല്പസമയം ആയിരിക്കും. റിലാക്സ്. ബാഹ്യമായിട്ടുള്ള യാതൊന്നിനെയും ആശ്രയിക്കാതെയാണ് നമ്മൾ ഇത്തരം സാധന സമ്പ്രദായം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ മ്യൂസിക്കുകളോ
അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഉപകരണങ്ങളോ യാതൊന്നും തന്നെ ഇല്ലാതെയാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായിട്ട് നമ്മൾ തന്നെ നിലനിർത്തണം. ആജ്ഞാചക്രത്തിലേക്ക് ശ്രദ്ധയെ നിലനിർത്തുക. ആദ്യഘട്ടങ്ങളിലൊക്കെ മ്യൂസിക് കാര്യങ്ങളൊക്കെ സഹായിക്കും. പക്ഷെ നമ്മളിത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളതിൽ ബാഹ്യമായിട്ടുള്ള യാതൊന്നിനെ ആശ്രയിക്കാതെയാണ്. ഉപകരണങ്ങളില്ല, മ്യൂസിക്കുകളില്ല, ഒന്നുമില്ല. നമ്മുടെ അകത്തേക്കുള്ള യാത്രയാണ്. നമ്മുടെ അകത്ത് നമ്മുടെ ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ആ ചൈതന്യ ശക്തിയെ അറിയുവാൻ വേണ്ടി, അനുഭവിക്കുവാൻ വേണ്ടിയുള്ള ഒരു യാത്രയാണ്. റിലാക്സ് ആവട്ടെ. പരിപൂർണ വിശ്രമത്തിൽ റിലാക്സ്. യാതൊന്നിലും അറ്റാച്ചില്ലാതെ സ്വീകരിക്കുകയോ വിട്ടുകൊടുക്കുകയോ നമ്മളായിട്ടൊന്നും ചെയ്യണ്ട. പുറമേ നിന്നും നമ്മളെ നോക്കിക്കാണുന്നത് പോലെ സാക്ഷിയായിട്ടിരിക്കും. നമ്മൾ നാഡിശുദ്ധി പ്രാണായാമം ചെയ്യണം. നമ്മുടെ ചൂണ്ടുവിരൽ ആജ്ഞാചക്രത്തിനോട് ടച്ച് ചെയ്യാം. തള്ളവിരൽ വലത് മൂക്ക് ക്ലോസ് ചെയ്യാം. മോതിരവിരൽ കൊണ്ട് ഇടത് മൂക്കിന് മുകളിൽ കൈകൾ വയ്ക്കുക. ഇടത് കൈ ചിന്തുക. വലത് മൂക്ക് തുറക്കുക. ശ്വാസം വളരെ സാവധാനം വലത് മൂക്ക് ക്ലോസ് ചെയ്യാം. ഒരല്പസമയം ശ്വാസം പിടിച്ചു വയ്ക്കുക. നമുക്ക് പറ്റാവുന്നത്ര. ഇടത് മൂക്ക് തുറക്കുക. മോതിരവിരൽ ഒന്ന് ക്ലോസ് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും ഇടത് മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുക. പറ്റാവുന്നത്ര സമയം ഹോൾഡ് ചെയ്യുക. വലത് മൂക്ക് തുറന്നിട്ട് വലത് മൂക്കിലൂടെ ശ്വാസം പുറത്തു വിടുക. നമ്മൾ ഒരു റൗണ്ട് ചെയ്തു. ഇങ്ങനെ 10 പ്രാവശ്യം ചെയ്യണം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഹോൾഡ് ചെയ്തതിന് ശേഷം മനസ്സിൽ ചെയ്യേണ്ട ഭാവനകളും മന്ത്രങ്ങളും ഒക്കെ ഉണ്ട്. അതിനൊക്കെ ഒരു രഹസ്യ സ്വഭാവമുണ്ട്. അതുകൊണ്ട് അതൊക്കെ നേരിട്ട് തന്നെയാണ് പഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് ഉണ്ടാകുന്ന സങ്കല്പങ്ങളും മന്ത്രങ്ങളും ഒക്കെ ഉണ്ട്. നേരിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. സാധാരണ വീടുകളിൽ ചെയ്യുന്ന ആളുകൾക്ക് ഇത് തന്നെ ചെയ്യുമ്പോൾ വളരെയധികം റിസൾട്ട് ഉണ്ടായിരിക്കും. കൈകൾ ചിന്മുദ്ര പിടിച്ചിട്ട് ഒരു 10 പ്രാവശ്യം ചെയ്ത് നോക്കൂ.
റിലാക്സ് ചെയ്യാം. അപ്പം നമ്മൾ വളരെ ചുരുങ്ങിയ സമയം ഒരു പരിചയപ്പെടുത്തുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ആദ്യ റൗണ്ട്, സെക്കൻഡ് റൗണ്ട് ഉജ്ജയിശ്വാസത്തിലാണ് ചെയ്യുക. കൂടെ തന്നെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ജപിക്കേണ്ട മന്ത്രമുണ്ട്. പുറത്തേക്ക് വിടുന്ന സമയത്ത് ചെയ്യേണ്ട സങ്കല്പങ്ങളും മന്ത്രങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഒരു രഹസ്യ സ്വഭാവം ഉള്ളതുകൊണ്ട് അത് നമുക്കിതിൽ ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. 3 റൗണ്ട് നാഡീശുദ്ധി പ്രാണായാമം ഇതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. മന്ത്രങ്ങളോ സങ്കല്പങ്ങളോ ഇപ്പം നിങ്ങൾ ആഡ് ചെയ്യേണ്ട. 10 പ്രാവശ്യം വെച്ചിട്ട് ആദ്യത്തെ പ്രാവശ്യം സാധാരണ ശ്വസനത്തിലും രണ്ടാമത്തെ പ്രാവശ്യം ഉജ്ജയിശ്വാസത്തിലും ചെയ്യാം. മൂന്നാമത്തെ പ്രാവശ്യം ഉജ്ജയിശ്വാസത്തിലാണ് ചെയ്യേണ്ടത് എങ്കിലും അതിൻ്റെ കൗണ്ടിങ്ങിൽ വളരെയധികം വ്യത്യാസമുണ്ട്, ശ്രദ്ധ ഉണ്ട്. ശ്വാസം എടുക്കുന്ന സമയത്ത് 4 കൗണ്ടിങ്ങിൽ എടുക്കുക. ഹോൾഡ് ചെയ്യുന്നത് 16 സെക്കൻഡ്, 16 കൗണ്ടിങ് ഹോൾഡ് ചെയ്യുക. 8 സെക്കൻഡ് ശ്വാസം പുറത്ത് വിട്ടുകൊണ്ട് മൂന്നാമത്തെ റൗണ്ടിൽ ചെയ്യും. എത്ര കൗണ്ടിങ്ങിലാണോ ശ്വാസം എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് ശ്വാസം പുറത്ത് വിടണം. സിദ്ധാസനത്തിലേക്ക് നേരത്തെ നമ്മൾ ചെയ്തിരുന്നത് അർദ്ധ സിദ്ധാസനമാണ്. പൂർണ്ണ സിദ്ധാസനത്തിൽ ഇരുന്നിട്ട് ഈ പ്രാണായാമം ഉജ്ജയിശ്വാസത്തിലെ കൗണ്ടിങ്ങുകളോടുകൂടി ചെയ്യാം. ശ്വാസം എടുക്കുന്ന സമയത്ത് ഇങ്ങനെ 1 2 3 4 ഈ ഒരു കൗണ്ടിങ്ങിൽ ശ്വാസം അകത്തേക്ക് എടുക്കുക. 16 വരെ കൗണ്ട് ചെയ്യുന്ന അത്രയും സമയം ഹോൾഡ് ചെയ്യുക. 8 പ്രാവശ്യം ശ്വാസം കൗണ്ട് ചെയ്യുന്ന സമയത്ത് ശ്വാസം പുറത്ത് വിടുക. ആ ഒരു രീതിയിൽ നാഡീശുദ്ധി പ്രാണായാമം ചെയ്യും. അതിനുശേഷം 2 കൈകളും ചിന്മുദ്ര പിടിക്കുക. നട്ടൽ നിവർത്തി വെച്ചിട്ട് ആജ്ഞാചക്രത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ നിലനിർത്തിക്കൊണ്ട് പരിപൂർണ നിശബ്ദതയിലിരിക്കും. കൃത്യമായൊരു സമയമൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് സമയം അങ്ങനെ ഇരുന്നാൽ മതി. നമുക്ക് യൂട്യൂബിലൂടെ ആ ഒരു പരിമിതിയിലേ ചെയ്യാൻ പറ്റുള്ളൂ. ശ്വാസം ശ്രദ്ധിക്കണം, സങ്കല്പം കൂടെ ആഡ് ചെയ്യണം. നമ്മളിപ്പോൾ ഇതിലൊരു പരിചയപ്പെടുത്തൽ എന്നുള്ള രീതിയിൽ മാത്രമാണ് നമുക്കിതിൽ ചെയ്യാൻ പറ്റുള്ളൂ. കൃത്യമായിട്ടുള്ള അത് സമയം വെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് വീഡിയോ ദൈർഘ്യമൊക്കെ വരും. അങ്ങനെ മുഴുവനായിട്ടും അത് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഇടാനും നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതിലെ മന്ത്രങ്ങൾ സങ്കല്പങ്ങളൊക്കെ രഹസ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാം ഇല്ലെങ്കിലും ഒരു ലഘു പരിചയമാണ് ചൈതന്യോദ്ധാരണ ക്രിയയുടെ നമ്മൾ ചെയ്തത്. ഈ 3ാമത്തെ സെക്ഷൻ നാഡീശുദ്ധി കഴിഞ്ഞതിന് ശേഷം ധ്യാനത്തിലേക്ക് സൈലന്റ് ആയിട്ട് വളരെ റിലാക്സ് ആയിട്ട് അല്പസമയം ഇരിക്കും. ഇതുപോലെ നമ്മൾ കുറച്ച് സമയം ധ്യാനത്തിലിരിക്കുക. ധ്യാനത്തിന് ശേഷം നമ്മൾ മന്ത്രാസ് ചാന്റ് ചെയ്യണം. ആ മന്ത്രാസുകൾ നമുക്ക് ഏതെങ്കിലും ദീക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഗുരുവിൽ നിന്നൊരു ഉപദേശം രൂപേണ മന്ത്രങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മന്ത്രങ്ങൾ മനസ്സിൽ ജപിക്കുക. അത് നമ്മുടെ സമയത്തിനനുസരിച്ച് 18 പ്രാവശ്യമോ അല്ലെങ്കിൽ 21 പ്രാവശ്യമോ അല്ലെങ്കിൽ നമ്മൾ 108 പ്രാവശ്യമൊക്കെ സമയം ഉണ്ടെങ്കിൽ അത്രയും സമയം ജപിക്കുക. അത് ഗുരു ഉപദേശം കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ ആ രീതിയിൽ ആ സമയത്തിരുന്ന് ജപിക്കുക. ഇപ്പം നിങ്ങൾക്ക് മന്ത്രാസ് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ കുലദേവത, പരദേവത ഒക്കെ നോക്കി, ഗ്രാമദേവത, ഇഷ്ടദേവത ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് മന്ത്രോപദേശം ആവശ്യമുണ്ടെങ്കിലും നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഒരു യോഗിക് രീതിയിലുള്ള ആ ഒരു സാധനാ സമ്പ്രദായങ്ങൾ നമ്മൾ പറഞ്ഞു തരും. ഇതിന് ശേഷം നമ്മൾ ഗായത്രി മന്ത്രവും മഹാമൃത്യുഞ്ജയ മന്ത്രവും ചൊല്ലണം. അതിനും അതിൻ്റെ സങ്കല്പമുണ്ട്. നമ്മുടെ ബുദ്ധിയെ നേരായ വണ്ണം വേണ്ട സമയത്ത് വേണ്ടത് തോന്നിപ്പിക്കണമേ എന്ന പ്രകൃതിയിലെ ചൈതന്യ ശക്തിയോട് പ്രാർത്ഥിക്കുന്ന സങ്കല്പത്തിൽ ഗായത്രി ചൊല്ലാം, സൂര്യഗായത്രി. അതിനുശേഷം നമ്മുടെ
അറ്റാച്ച്മെന്റ് വേണം. ആ അറ്റാച്ച്മെന്റിൽ നമ്മളൊരു ഡിറ്റാച്ച്ഡ് ആയിരിക്കണം. ഇങ്ങനെയാണ് ഉർവാരുകം സർവ്വവിധ ബന്ധനങ്ങളിൽ നിന്നും വേർപെട്ട് നിൽക്കുന്നത്, വേർപെട്ട അമൃതത്വത്തിലേക്ക് എത്തി നിൽക്കുന്നത്. അതുപോലെ നമുക്കും അമൃതത്വം വഹിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ ഉള്ളൊരു സങ്കല്പത്തിൽ മഹാമൃത്യുഞ്ജയ മന്ത്രം ചൊല്ലണം. നമ്മളിപ്പോൾ ഒരു 3 പ്രാവശ്യം ഗായത്രി മഹാമൃത്യുഞ്ജയ മന്ത്രം ചൊല്ലിയിട്ട് കാണിച്ചു തരാം. ഈ ധ്യാനത്തിന് ശേഷം, ജപത്തിന് ശേഷമാണ് ഇത് ചൊല്ലേണ്ടത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഒരല്പസമയം ധ്യാനിച്ചിരിക്കുക. നമ്മൾ നമ്മുടെ ആ സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്, നമുക്ക് ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കണമേ. അതിനെൻ്റെ ബുദ്ധി നേരായ വണ്ണം പ്രചോദിപ്പിക്കണമേ. ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ എടുക്കുവാൻ സാധിക്കണമേ എന്ന് സങ്കല്പിക്കാം. അതിനുശേഷം മഹാമൃത്യുഞ്ജയ മന്ത്രം 3 പ്രാവശ്യം ചൊല്ലുക. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. വീണ്ടും ധ്യാനിച്ചിരിക്കുക. കൈകൾ ചിന്മുദ്ര പിടിച്ചിട്ട്. ധ്യാനത്തിന്റെ സമയത്ത് യഥാർത്ഥ രീതിയിലുള്ള സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. മഹാമൃത്യുഞ്ജയ മന്ത്രത്തിന്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു സങ്കല്പം മനസ്സിൽ ഭാവന ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമ്മളിതെല്ലാം ഒരു ഗുരുപരമ്പരയിലൂടെയാണ് ഈ വിദ്യ നമുക്ക് പകർന്നു തന്നിട്ടുള്ളത്. നമുക്കറിയാം, യോഗവിദ്യയുടെ പിതാവ് അല്ലെങ്കിൽ ഫൗണ്ടർ ഓഫ് യോഗ ആരാണ് യോഗ കണ്ടുപിടിച്ചത് നമുക്ക് ചോദിക്കുമ്പോൾ പതഞ്ജലി മഹർഷിയെ പറയാം. ആ പതഞ്ജലി മഹർഷിയെ നമ്മൾ സ്തുതിക്കുന്ന യോഗേന ചിത്തസ്യ പദേന വാചാം മലം ശരീരസ്യ ച വൈദികേന യോഭാകരോത്തം പ്രഭരം മുനീനാം പതഞ്ജലിം പ്രാഞ്ജലിരാനദോസ്മി എന്ന് സ്തുതിക്കാം. ഗുരുവിനെ നന്നായിട്ട് മനസ്സിൽ കാണാം. അതുപോലെ എല്ലാവിധ ഗുരുപരമ്പരകളെയും നമ്മൾ മനസ്സിൽ കണ്ട് നമസ്കരിക്കാം. ധ്യാനത്തിന്റെ സമയം സങ്കല്പിച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഒരു ഗുരു, ഇഷ്ടദേവത, നമ്മുടേതായ ഒരു പരമ്പര അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ നമുക്ക് എന്തെങ്കിലും മന്ത്രങ്ങളോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ സമയത്ത് ചൊല്ലി അതിനുശേഷമാണ് ശാന്തി മന്ത്രം ചൊല്ലിയിട്ട് അവസാനിപ്പിക്കുക. നമ്മുടെ ഒരു രീതിയിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് തന്നെ ശ്രീ ഗുരു എന്നാണ്. നമ്മൾ ഗുരു സമ്പ്രദായത്തിലാണ് നിൽക്കുന്നത്. ഗുരുവിലൂടെ ലഭിച്ചിട്ടുള്ള ആ ദീക്ഷ സമ്പ്രദായം, ആ പരമ്പരയെ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് ശ്രീ ഗുരു എന്നാണ്. നമ്മൾ ചൊല്ലുന്നത് നമ്മൾ മറ്റുള്ളവർക്കൊക്കെ, നമ്മുടേതായ ആളുകൾക്കൊക്കെ, നമ്മുടെ ഇവിടെ വരുന്നവർ യോഗ്യതപ്പെട്ടവരാണ്, അല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ ആരാണോ കാണുന്നത് അവർ അർഹതയുള്ളവരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന മന്ത്രമാണ്. നമ്മൾ ഭഗവാൻ കൃഷ്ണനെയാണ്, ശ്രീകൃഷ്ണ ഭഗവാനെയാണ് നമ്മൾ നമ്മുടെ ഗുരുവായിട്ട്, യോഗ ഗുരുവായിട്ട് കാണുന്നത്, യോഗിയായിട്ട്
കാരണം ജന്മന യോഗ്യയായിട്ട് ജനിച്ച ഒരു ജ്ഞാനേശ്വരനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഭഗവത്ഗീതയൊക്കെ നമ്മൾ വായിച്ചു നോക്കി അറിയാൻ പറ്റും. അതുപോലെ ഭഗവാൻ കൃഷ്ണൻ്റെ ജീവിതാനുഭവങ്ങൾ നോക്കി അറിയാൻ പറ്റും. നമുക്കൊക്കെ വേണ്ട ഒരു പരമാനന്ദം, എല്ലാ സർവ്വവിധ ദുഃഖങ്ങളിലും അദ്ദേഹം വളരെ ആനന്ദത്തോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ള കഥകൾ അല്ലെങ്കിൽ പുരാണങ്ങൾ എന്തോ തന്നെ ആയിക്കോട്ടെ, അത് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ചരിത്രമാണെങ്കിലും അതിനെക്കുറിച്ചൊന്നും നോക്കാതെ നമ്മൾ ആ മഹാപുരുഷനെ ധ്യാനിക്കുക. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. യാതൊരുവിധ സംശയങ്ങളും ഇല്ലാതെ അത് അങ്ങനെയാണോ, ഇതിങ്ങനെയാണോ, അത് കഥയാണോ, പുരാണമാണോ, കൃഷ്ണൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ, അതൊന്നുമല്ല. അതൊരു മനുഷ്യരൂപത്തിൽ നമ്മുടെ ഗുരുവായിട്ട് നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ കാണാം. ഒരു മാതൃകാ പുരുഷനായിട്ട് നമുക്ക് ഭഗവാനെ കണ്ട് ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രമാണ്, ആ ശ്രീകൃഷ്ണ മന്ത്രമാണ് ഇപ്പോൾ ഞാൻ ചൊല്ലുന്നത്. ഇത് അർഹതപ്പെട്ടവർക്കാണ് ഈ വീഡിയോ കാണാൻ പറ്റുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആ മന്ത്രം നമ്മളെല്ലാവരും പഠിച്ച് ഒരു 108 പ്രാവശ്യം ഈ ഒരു ഓർഡർ കഴിഞ്ഞതിന് ശേഷം ചൊല്ലുക. തീരെ സമയമില്ലെങ്കിൽ ഒരു 18 21 പ്രാവശ്യം ചൊല്ലുക. അതിനും തീരെ സമയമില്ലെങ്കിൽ 3 പ്രാവശ്യമെങ്കിലും മിനിമം ചൊല്ലുക. ആ മന്ത്രം രാജഗോപാല മന്ത്രമാണ്. അത് സർവ്വ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലുന്ന മന്ത്രമാണ്. നമുക്കതിലൂടെ കിട്ടുന്ന ഉയർച്ച, തൊഴിൽ സംബന്ധമായിട്ട് ഉള്ള ഉയർച്ച നമുക്ക് കൈവരുമെന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ സർവവശ്യമാണ്. ധനസമൃദ്ധിക്കായിട്ട് നമുക്ക് ഈ മന്ത്രങ്ങൾ ചൊല്ലാം. എല്ലാ തടസ്സങ്ങളും മാറാനും, അതുപോലെ കലാരംഗത്തായാലും മറ്റുള്ള ഏത് രംഗത്തായാലും ഉള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ മന്ത്രങ്ങൾ നമുക്ക് ചൊല്ലാം. ഒരു കാര്യപ്രാപ്തി, അതുപോലെ നമ്മളിലുണ്ടാകുന്ന ഭയങ്ങൾ, അലച്ചില്, ദുരിതങ്ങളൊക്കെ മാറാനായിട്ട് ഈ മന്ത്രങ്ങൾ ചൊല്ലാം. ശത്രുദോഷങ്ങൾ, ശാപദോഷങ്ങൾ, അതിനുള്ള പരിഹാരങ്ങളായിട്ട് ഈ മന്ത്രങ്ങൾ ചൊല്ലാം. കുലദേവതാ ദോഷം, പിതൃദോഷമൊക്കെയാണ് നമുക്ക് മറ്റുള്ള ദോഷങ്ങൾ, നാഗദോഷങ്ങളൊക്കെ, അതൊക്കെ നമ്മൾ അതേ രീതിയിൽ പരിഹരിച്ചുകൊണ്ട് ഈ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ തന്നെ നമുക്കതിന് വേണ്ട പരിഹാരങ്ങളും ഒക്കെ ചെയ്യുവാനും അതൊക്കെ നമുക്ക് നിലനിർത്തുവാനും എല്ലാം സാധിക്കുന്ന രീതിയിലേക്ക് നമ്മൾക്കിലേക്ക് ഒരു മാറ്റം വരുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ആ മന്ത്രമാണ് നമ്മളിപ്പോൾ ചൊല്ലാൻ പോകുന്നത്. വെരി പവർഫുള്ളാണ്. ഭഗവാൻ കൃഷ്ണൻ യോഗീശ്വരനാണ്, യോഗി വരനാണ്, യോഗിയാണ്, മഹായോഗിയാണ്. ഓം കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനയ വശമാനയ. ഓം കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനയ വശമാനയ. ഓം കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനയ വശമാനയ. ഓം കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനയ വശമാനയ. ഓം കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനയ വശമാനയ. ഓം കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനയ വശമാനയ. ഓം കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനയ വശമാനയ. ഇത്
ഛന്ദസ് ഋഷിയൊക്കെ ജപിച്ചിട്ട് ചൊല്ലാം. നമ്മുടെ ശ്രീ നാരദ ഋഷിയാണ് അനുഷ്ഠുപ് ഛന്ദഃ രാജഗോപാല മഹാവിഷ്ണു ദേവത. അപ്പോൾ മൂർധാവിലാണ് ശ്രീ നാരദ ഋഷി അനുഷ്ഠുപ് ഛന്ദഃ രാജഗോപാലക മഹാവിഷ്ണു ദേവത എന്ന് ചൊല്ലിയിട്ടാണ് ഛന്ദസ്. അങ്ങനെ ഈ മന്ത്രം ചൊല്ലാം. അതിനുശേഷം ശാന്തി മന്ത്രം. ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തതുപോലെ കൈകൾ പുറകിൽ പുറത്തു പിടിക്കാം. ശ്വാസം പുറകിലേക്ക് എടുക്കും. എന്നിട്ട് നെറ്റി തറയിൽ മുട്ടിച്ച് കൈകൾ നിവർത്തി പതിച്ച് വെച്ച് നമസ്കരിക്കും. അതിനുശേഷം വീണ്ടും കൈകൾ പുറകിൽ ഓർത്ത് പിടിച്ച് പുറകിലേക്ക് ശ്വാസം എടുക്കുക. എന്നിട്ട് പുറകിലേക്ക് ബെൻഡ് ചെയ്യാം. സാധാരണ പോലെ ശ്വാസം എടുത്ത് കൈകൾ നന്നായി ഇളക്കുക. കൈകളിലെ ചൂടിനെ കണ്ണുകളിലേക്ക് മുഖത്തേക്ക് കൊടുക്കുക. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പ്രാർത്ഥിച്ചിട്ട് കൈകളിലേക്ക് നോക്കി. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ നമ്പർ ഇതിൽ കൊടുക്കാം. ഒരു ദിവസത്തെ ക്യാമ്പായിട്ട് ഒരു ദിവസം കൊണ്ട് നമ്മളിത് പഠിപ്പിക്കുന്നുണ്ട്. എവിടെ വേണമെങ്കിലും നമ്മൾ വന്ന് പഠിപ്പിക്കാൻ തയ്യാറാണ്. ഓൺലൈൻ വഴിയും ഓഫ്ലൈനിലായിട്ടും നമ്മുടെ സമയത്തിനനുസരിച്ച് ഫ്രീ ആണെങ്കിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ആളുകൾ വന്നിട്ട് പഠിപ്പിച്ചു തരും. വളരെയധികം റിസൾട്ടുള്ള നമ്മൾക്കൊരു മനഃശാന്തി, ഒരു പരിപൂർണ ആനന്ദസ്ഥിതി, ആനന്ദാവസ്ഥയൊക്കെ കൈവരുന്ന രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന, സുഖമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനാ രീതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.